ആ പുലി കണ്ട ആ മട ചാടിപ്പോയാണ്ട. ഇത് വെറുതെ നമ്മൾ ഓടുക കേട്ടോ. ഇന്നത്തേക്കൂടെ കൊണ്ട് 10-13 ദിവസമാണ് നമ്മൾ ഈ പുലി എന്ന് പറഞ്ഞ് ഉറക്കം നിൽക്കുന്നത്. അല്ലെ തന്നെ നമ്മളെന്തിനാണ് ഉറക്കം നിൽക്കുന്നത്? പഞ്ചായത്തിൽ നിന്ന് ഒരുത്തരെ പുലി പിടിക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അവന് ചെല്ലും ചെലവും കൊടുത്ത് ഇറക്കി വെച്ച് നമ്മൾ എന്ത് കാര്യത്തിൽ ഉറക്കം നിൽക്കണം? ഉറക്കം നിൽക്കണം. എടാ പുലിയെ നമ്മളെ പൂച്ചനെ എടുക്കാൻ പോലെ നമ്മൾ എടുത്തോണ്ട് പോകും. അറിയാവാ? എടാ സംഭവം ശരി. എന്തും പറയും നമ്മൾ ഈ പാട്ടയെ കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടാ? ഞാൻ അപ്പഴേ പറഞ്ഞതാ ഈ പാട്ടിട്ട് കൊട്ടിയാലും പുലി പോകയില്ല. ആ സരസിയുടെ സിംഗാരിമളം വെച്ചിരുന്നില്ല നല്ല താളം ആ പുലിയെ ഒറ്റ ഓട്ടം ഓടുകയും ചെയ്യും. അത് ശരി. അപ്പൊ നിന്റെ ഭാര്യ സർലയ്ക്ക് സിംഗാരിമേളം ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണല്ലേ? അതാണ് ഇതിന്റെ ഇടയ്ക്കോട്ട് വന്ന് കുത്തി കയറ്റാൻ. അല്ല പുലിയെ ഓടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അറിയാച്ചാ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവന്റെ പെണ്ണുമ്പിള്ളയുടെ ചിങ്കാരിവളം വെച്ചിട്ട് അമ്പലത്തിലെ ആന വരെയാണ് വരണ്ടോടണം. പിന്നെയാണ് ഈ പുലി. ഒരു കാര്യം, എനിക്ക് പുലിയെ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ നാട്ടിൽ നിന്ന് വിടും, ഞാൻ രക്ഷപ്പെടുകയും ചെയ്യുവേ. ആ നല്ല കാര്യമാടാ. കാരണം പുലിയെ ഓടിച്ച് നമ്മൾ കാട്ടിൽ കയറ്റും. നീ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോ ഞങ്ങൾ രക്ഷപ്പെടും, സ്ഥലത്തിന് വിലയും കൂടും. ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എന്തിനാ ഇവിടെ കിടന്ന് ഒച്ചെടുക്കണം? എന്തിനാ ഒച്ചെടുക്കേണ്ട കാര്യം? നമ്മൾ ഈ പുലിനെ പിടിക്കാണ്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വേട്ടക്കാരനാ. നമ്മളെ മെമ്പറല്ലേ ആളെ കൊണ്ടുവരണം. ഈ മെമ്പറും വേട്ടക്കാരനും ഇവിടെ. ഇപ്പോഴും സംഭവം പിടികിട്ടിട്ടില്ല. നിനക്ക് ഈ ചോറാണ് കൊണ്ടുവന്നത്. അത് തന്നെ പറ. ഈ പുലി പിടിക്കാൻ വന്ന പുലികേസിനെ ഇവിടെ ഇറക്കിയത് ആരാ? മെമ്പർ ലാലിച്ചൻ. അപ്പൊ ഈ മെമ്പർ ലാലിച്ചനും പുലികേസിനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് അടിച്ചെടുക്കാനുള്ള ഉടായ്പ. ലാലിച്ചിനെ ചേർത്ത് ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. എന്നോട് പറഞ്ഞ ലാലിച്ചിനെ ചേർത്ത് അതൊക്കെ അതിന് മുന്നേ നീ എന്തോ ചേർത്തേ? പിന്നെ കേട്ടായിരുന്നാ? നീ ഉദ്ദേശിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടിയ ഫീല് വേറെയാണ്. അല്ലെങ്കിൽ കറിയാച്ചന്റെ ഫീൽ അത്ര ശരിയല്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടില് പുലി ഇറങ്ങിയിട്ട് 10-13 ദിവസമായേ. എന്റെ കെട്ടിയൻ രാത്രി പണിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മക്കളും തനിച്ചാ. ഇത്ര നാളായിട്ട് നിങ്ങളൊന്ന് വന്ന് തിരക്കിയിട്ടുണ്ടോ? അതൊക്കെ മെമ്പർ ലാലിച്ചൻ എല്ലാ ദിവസവും ഒരു 12 മണിക്ക് ശേഷം രാത്രി വന്ന് കഥയിൽ മുട്ടിയിട്ട് ചോദിക്കും പുലി വന്നോന്ന്. ഉണ്ടച്ചക്കട മൂട് എടി. അത് രാത്രി 12 മണിക്ക് ശേഷം വന്ന് തട്ടിയിട്ടേ പുലി വന്നോന്ന് ആയിരിക്കൂലേ? പിന്നെ കൂപ്പി പണിക്ക് പോയാ പുള്ളി വന്നോ. നിർത്തിക്കേ. ഇയാള് പുലിയെ പിടിക്കാൻ കൊണ്ടുവന്നാണ്. അതാ പുലി കളിക്കാൻ കൊണ്ടുവന്നേ. പുലി കളിക്കാൻ വന്നതാ? അല്ല, പുലി പിടിക്കാൻ വന്നതാ. ഈ പാട്ട് അടിച്ച് ഡാൻസ് കളിക്കാതെ നിങ്ങൾ പുലിയെ പിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കി. എടവേ, പുലിയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കാട്ടിയിരിക്കുന്ന പുലിയെ ഫോൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇത് പൂച്ചയല്ല, പുലിയാ. ഇതിനെ മടയിച്ചെന്ന് വേണം പിടിക്കാൻ. അതൊക്കെ ഇവന്മാർക്ക് അറിയാവോ? അല്ല, നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു തന്നിട്ട് കാര്യമില്ലേ? എന്താണ് മെമ്പറുടെ ഉദ്ദേശം? ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി വിമുക്തമായ ഒരു കേരളം. അല്ല, നമ്മുടെ വാർഡ്, നമ്മുടെ ഈ ഗ്രാമം, അതിനു വേണ്ടിയാണ് പഞ്ചായത്തിൽ നിന്ന് 30 ലക്ഷം വക മാറ്റി വെച്ചേക്കുന്നത്. മനസ്സിലായോ? എന്റെ അമ്മച്ചിയാണ് സത്യം. 1 രൂപ പോലും പുറത്തു പോയിട്ടില്ല. എങ്ങനെ പുറത്തു പോകും? മെമ്പറുടെ വീട് പണി നടക്കുന്നതുകൊണ്ട് മൊത്തം ഒരു തകത്തോട്ട് വെച്ചിരിക്കുന്നു. എടാ, ഈ മുതലിനെ ഇവിടെ കൊണ്ടുവരാൻ രൂപ എത്രയാ മുടക്കിയെന്നറിയാവോ? കർണാടകത്തിൽ നിന്നാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആളിങ്ങനെ ഇരിക്കണ നിസ്സാരക്കാരനല്ല. ഒറ്റക്കാലെ കറങ്ങും, കുതിച്ച് ചാടും, മനസ്സിലായോ? പെട്രോൾ കുടിക്കും, അതുപോലെ ട്യൂബും ലൈറ്റും തിന്നും, ഫയർ ഡാൻസ് കളിക്കും. വേട്ടക്കാരനാണോ അതോ സർക്കസുകാരനാണോ? സർക്കസുകാരൻ അല്ല, സർക്കസ് അറിയാവുന്ന വേട്ടക്കാരൻ. ഞാൻ പുലിയെ പിടിച്ച ചരിത്രം പറഞ്ഞു. ഈ ഇടക്ക് വല്ല പുലിയെ പിടിച്ച അനുഭവം ഇന്ത്യയിലെ സംസ്ഥാനം എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് കേരളം പറയാം. പരിചയപ്പെടുത്താം. ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം അറിയാം. തൃശ്ശൂർ ഇതുപോലെ പുലി ഇറങ്ങി. അപ്പൊ ഈ പുലി ഇറങ്ങിയപ്പോ എനിക്കൊരു കോള് വന്നു. പുലിയുടെ ആയിരിക്കും. നിന്റെ അച്ഛന്റെ കോള്. എന്റെ മെമ്പറെ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്തൊരു ഉണ്ട ഞാൻ വേസ്റ്റ് ആക്കും. ഈ നിൽക്കുന്ന വേട്ടാവളിയെ വെടിവെച്ചു കൊല്ലാൻ. ഒരു കഥ പറയുമ്പോ ഇടയ്ക്ക് പറയരുത്. അല്ല, യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോ. അങ്ങനെ പുലി ഇറങ്ങിയപ്പോ ഞാൻ ഈ തോക്ക് കൊടുത്തോണ്ടേ നേരെ തൃശ്ശൂർ ചെന്നു. തൃശ്ശൂർ ചെന്നപ്പോ എന്നാ ഒരു ബസ്സിൽ മേളിൽ കയറി നിൽക്കുവോ പുലി. അല്ല, ഫാമിലി ആയിട്ട്. എന്റെ 2 ഉണ്ട വേസ്റ്റാ. ഒന്ന് മിണ്ടായി പറയട്ടെ. എന്താ പാടാവേ ഇത്? അങ്ങനെ പുലി ബസ്സിന് മേളിൽ നിൽക്കുന്നു. ഞാനും ചാടി കയറി ബസ്സിന്റെ മേളിൽ കയറി. എന്നിട്ട് ഉന്നം പിടിക്കുക. ഞാനിങ്ങനെ പുലിയെ കൊല്ലാൻ വേണ്ടി ഉന്നം പിടിച്ച് ഇങ്ങനെ നിന്ന് പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? ബസ് പുറമോട്ട് എന്നെ കൊണ്ട് അങ്ങ് പോയി. ഞാൻ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനോടാ ബസ് എന്ന് നേരെ ഡിവൈഡറിന്റെ അവിടെ ചെന്നു. ഇടത്തോട്ട് കയറി ഒരു ബസ്സും പോയി, വലത്തോട്ട് കയറി വേറൊരു ബസ്സും പോയി. ഈ ഇടത്തോട്ട് പോയ ബസ്സിലായി പുലി ഇരുന്നത് തിരുവനന്തപുരം ഫാസ്റ്റ്. അപ്പൊ ചേട്ടനോ? ഞാനിരുന്നത് ബാംഗ്ലൂർ അല്ലല്ലോ. എന്താടാ ഞാൻ പെട്ടങ്ങനെ ബാംഗ്ലൂർ ചെന്ന് പെട്ടെന്നേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സ്ഥലവാ, കാണണ്ട ഉഗ്രം സിറ്റിയാ. ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേനാ വിസടി കേട്ടോ താഴെ നോക്കുമ്പോ ഒരു പോലീസുകാരൻ ചെവിക്ക് പിടിച്ച് എന്നെ കൊണ്ടങ്ങ് പോയി.
എടാ ഈ തൂക്ക് കണ്ടപ്പോ ഞാൻ തീവ്രവാദി എന്ന് വിചാരിച്ചു. ആ കറക്റ്റ് ഹൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് അറിയാൻ ആ എന്നെ പിടിച്ചോണ്ട് പോയി. ഞാൻ കടിച്ചാ പൊട്ടാത്ത കർണാടകത്തിലെ ജയിലിൽ കിടന്നു. എത്ര ഉണ്ടതെന്നറിയോ, 3-3.5 മാസം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മെമ്പറുടെ ഫോൺ വരുന്നതും ഞാൻ ഓടി പുലിയെ പിടിക്കാൻ ഇങ്ങോട്ട് വരുന്നത്. അതെ ഇതൊന്നുമല്ല. ഒരു വേറെ കാര്യമുണ്ട്, എന്നെ ഫോൺ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവനെ ഞാൻ നോട്ടം വിട്ടിരിക്കുക. എടാ തൃശ്ശൂർ വന്നപ്പോ പുലിയല്ലെന്ന്, പുലി കളിക്കാമെന്ന് വേറൊരുത്തരം അവിടെ വെള്ളം അടിച്ചിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. അതെ ഇതൊരു പുള്ളിയുടെ തമാശക്കഥ പറയാ. ആള് പുപ്പുലിയാണ്, അതറിയാവോ? അതെ എന്താ ഈ തോക്ക് കൊണ്ട് എങ്ങനെ വെടിവെക്കും എനിക്ക് മനസ്സിലാണല്ലോ. ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നു എനിക്ക് മനസ്സിലാണല്ലോ. സത്യം പറഞ്ഞാലേ എന്റെ ഈ കണ്ണിന് തിമിരം കഴിഞ്ഞിരിക്കുക, ശസ്ത്രക്രിയ. ഇതിൽ കൂടെ ശരിക്കും കിട്ടത്തില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് വെച്ച് നോക്കുന്നത്? ഇതിനെ നോക്കിയെങ്കിലും അതിൽ ഉണ്ട കറക്റ്റായിട്ട് പോകത്തുള്ളൂ. മെമ്പറേ ഈ കണ്ണ് കാണാൻ മേലാത്ത ആളേക്കാണ് പുലി പിടിക്കാൻ കണ്ണ് കാണാം, പക്ഷെ വെച്ചാ വെച്ചോ. ഇത് ഇവിടെ വന്ന് നിൽക്കുവാണോ? പിന്നല്ലേ ഞാനവിടെ പോയി. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാവോ? എന്റെ കർത്താവേ, അടുക്കളപ്പുറത്ത് ഇങ്ങനെ വാളക്കറയിൽ നിൽക്കറ് കീറി കിടക്കുന്ന കണ്ടപ്പോ എന്റെ അടിവയറ്റിന്ന് ഒരു അന്താളിപ്പങ്ങ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളെ പുലി പിടിച്ചില്ലേ? അപ്പൊ അത് ശരി, എന്നെ അപ്പൊ പുലി പിടിക്കണായിരുന്ന? ആ ഇപ്പൊ അതായി കുറ്റം. മെമ്പർ കേൾക്കണം. നേരം വെളുത്ത് ഞാൻ ഇച്ചിരി പുട്ടും മുട്ട ഉണ്ടാക്കി വെച്ചു, എന്റെ പങ്കും കഴിച്ച് ഇതിയാൻ ഇച്ചിരി വിളമ്പി വെച്ച് നോക്കിയിരിക്കുക. ഒരു 11:30 മണി വരെ നോക്കിയിട്ട് ഇതിയാനെ കാണുന്നില്ല. പിന്നെ എന്റെ വയറ്റിന്ന് ഒരു അന്താളിപ്പങ്ങ് വന്നു വരുമല്ലോ. പിന്നെ ഇതിയാന് വിളമ്പി വെച്ച പുട്ടും മുട്ടയും കഴിച്ചു കഴിഞ്ഞപ്പോഴേ എന്റെ അന്താളിപ്പങ്ങ് അടങ്ങിയത്. അത് കഴിഞ്ഞ് ഇച്ചിരി ഇറച്ചി മേടിച്ച് വെച്ച് കൂട്ടാനും വെച്ച് ഇച്ചിരി ചോറും വെച്ച് ഞാൻ എന്റെ പങ്കും കഴിച്ച് ഇതിയാനും വിളമ്പി വെച്ച് നോക്കിയിരിക്കുക. 4 മണിയായിട്ട് ഇതിയാനെ കാണുന്നില്ല. അപ്പൊ വേണ്ട 11:30 വന്ന ആ അന്താളിപ്പങ്ങ് കയറി വന്നു. പിന്നെ ഇതിയാനെ വിളമ്പി വെച്ച് ആ ചോറും കറി എടുത്ത് കഴിച്ചപ്പോ വീണ്ടും എന്റെ അന്താളിപ്പം അടങ്ങി. പിന്നെ ഞാൻ ഇച്ചിരി കട്ടൻ ചായ ഇട്ട് വെച്ച് ഇത്രയും നേരം നോക്കിയിരുന്നിട്ട് ഇതിയാനെ കാണുന്നില്ല. എനിക്ക് ആ കട്ടൻ ചായ ഇറങ്ങുമോ ഈ ചായ? എന്താ ഇത്രയും അങ്ങ് അകത്തോട്ട് കയറ്റിയ നിനക്ക് ആ കട്ടൻ ചായം കൂടെ കയറ്റാനുള്ള സ്ഥലം ഇല്ലായിരുന്നു? ഇപ്പൊ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. നിങ്ങൾ ഇവിടെ ഇന്നോ പുലി വന്ന് 2 മുട്ടൻ പൂവൻ കോഴീനെ പിടിച്ചോണ്ട് ഓടിയത്. എന്റെ കർത്താവേ, എന്റെ ചക്കട് മുണ്ടൻ 2 പൂവൻ കോഴി അടക്ക്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കോഴിയോ ആടോ താറാവോ എന്താ പുലി എടുത്തെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ അതിന് ഫണ്ട് വകയിരുത്തി നഷ്ടപരിഹാരം തരും. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടപരിഹാരം ഞാൻ തരും. സത്യമാണേ? വേണ്ട, എനിക്ക് അത് കേട്ടാ മതി. ഇച്ചായ അത്താഴം ഉണ്ടാക്കി വെക്കാൻ പോകുക. നേരത്തെ അങ്ങ് വന്നേക്കണം. എന്തിനാണ് നിനക്ക് അന്താളി പടക്കാനല്ലേ? പിന്നെന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നു? പോയ അച്ചായ അവിടെ പോണേ. അതെ അതും ഇതും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ എങ്ങനെ പുലി ഇറങ്ങിയ ഇത് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അതിന് വല്ല ടെക്നിക്ക് കൊണ്ടാ പറഞ്ഞു, അല്ലെങ്കിൽ ഇവന്മാർ എന്നെ കൊല്ലും. അതുകൊണ്ട് ടെക്നിക്കുണ്ട്. ഏതായാലും നമ്മുടെ മുമ്പിൽ ഒരു പുലി വന്നാൽ പെട്ടെന്ന് അങ്ങനെ രക്ഷപ്പെടാം. അതിനെക്കുറിച്ച് ചെറിയൊരു ക്ലാസ് എടുക്കാം. എല്ലാരും ശ്രദ്ധിക്കാം. എനിക്കൊരു പുലിയെ വേണമല്ലോ. പെൺപുലി മതി. അയ്യോ വാ കയറി വാ, ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി ഇരിക്കടാ. അവിടെ ഇരിക്കട്ടെ. അപ്പോ നമ്മൾ ഇങ്ങനെ നടന്നു വരുന്നു, പുലി നിൽക്കുന്നു. പുലിയെ നമ്മൾ കണ്ടു. കണ്ടു കഴിഞ്ഞാൽ പുലിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കണം. പുലിയുടെ അടുത്തേക്ക് പതുക്കെ ചെല്ലുക. പുലിയുടെ അടുത്ത് ചെന്നാൽ കണ്ണിൽ നിന്ന് മാറരുത്. കാണിക്കണം. രക്ഷപ്പെടാനാണോ പുലിനെ വശീകരിക്കാനാണോ പഠിപ്പിക്കുന്നത്? ഞാൻ കണ്ണിലേക്ക് നോക്കി മൊബൈലിൽ പാട്ടിട്ട് തരാം. അത് പിന്നെ പാട്ടിട്ടോ തോന്നിയതായിരിക്കും, ചുമ്മാ ആവശ്യമില്ലാതെ. അല്ല ആരാണ്ട് പാട്ടിടുന്നേ? പാട്ടൊന്നും ഇട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്. പുലി ഉമ്മാരെ ഓടിക്കാൻ വേണ്ടി നമുക്ക് പേഷ്യന്റ് സംസാരിക്കാൻ വേണ്ടി ഓടിച്ചു വിട്ടതാ. എന്നാ വിശേഷമൊക്കെ? ചേട്ടാ ഈ പുലിനെ പിടിക്കുമ്പോഴേ എനിക്കൊരു പുലിനഹം തരുമോ? പിന്നെ ഇഷ്ടം പോലെ വീട്ടിരിപ്പുണ്ട്, ഭരണിക്കാതിരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2 പുലിപ്പല്ലും വേണം. വായെന്ന് വിളിച്ചേ. വാ നിറച്ച് പുഴുപ്പല്ല്. ഇനിയും പുഴുപ്പല്ല് വേണോ? പുഴുപ്പല്ലല്ല, പുലിപ്പല്ല്. പുലിപ്പല്ല്. അയ്യോ 2 ഇത്ര നീളമുള്ള 2 ഉണ്ടായിരുന്നേ. ഞങ്ങളുടെ വെല്ലുമ്മച്ചിക്ക് ഇറച്ചി കഴിക്കാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ വെച്ച് തേറ്റ പോലെ വെച്ച് കൊടുത്തിരിക്കാം. സത്യം പറഞ്ഞ പാ തുറക്കാൻ മല ഇങ്ങനെ അടയ്ക്കാൻ മല അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. വെല്ലുമ്മച്ചി ആഹാരം കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ പുലിനെ പിടിക്കുമ്പോഴല്ല പുലിയെ പിടിക്കുന്നില്ല. പുലി ഒരെണ്ണത്തിൽ പിടിച്ച് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് തരുവാ. പിന്നെ തീർച്ചയായിട്ടും തരും. എന്റെ ദൈവമേ, അയ്യോ എത്ര
താൻ വെറുതെ പുലി വരുന്നെന്ന് പറഞ്ഞ് മഞ്ചർ ഓടിയിട്ട് താൻ ഇവിടെ നിൽക്കണം. അല്ല ആ കുട്ടിക്ക് ഒരു സംരക്ഷണം കൊടുക്കണല്ലോ പുലി നിന്നാണ്. ആ കുട്ടിക്ക് സംരക്ഷണം താൻ കൊടുക്കണ്ട. അത് കൊടുക്കാൻ അവിടെ ആളുണ്ട്. ഇവിടെയും കറിയാച്ച. അല്ല സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല. ഈ കുട്ടിക്ക് പുലിപ്പല്ല് വേണമെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ ഞാനിങ്ങനെ ഭരണിക്കകത്ത് അച്ചാറിടുന്ന പോലെ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. അത് വെളുത്തുള്ളി അച്ചാറിട്ട് വെച്ചേക്കണ ഞാൻ വീട്ടിൽ പോയി കണ്ടായിരുന്നു. ഇവിടെ താൻ അതും ഇതും പറയാം. അതോ പുലിയെ പിടിക്കാൻ നോക്ക്. ദിവസം 13 വന്നിട്ട് ഞാൻ അതിനൊന്നും നോക്കണ ഫോക്കസ് ചെയ്യട്ടെ. പുലിയായിട്ട് പൾപ്പെടുത്താണ്. ഓടിച്ചെല്ലി വെക്കാനല്ല പുലി നമ്മളെ തിന്നുവള. അയ്യോ നമ്മള് രക്ഷപ്പെട്ട്. ഞാനൊന്ന് നോക്കിട്ട് വരാം. നമ്മള് രക്ഷപ്പെട്ട്. നമ്മളെ നാട് രക്ഷപ്പെട്ട്. പുലിനെ ഓടിച്ച് ഞാൻ അയാളെ കൊണ്ടുവന്നപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? പുലിനെ ഓടിച്ച് പുലിക്കാട് കയറിപ്പോയി. അല്ലല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പുലിനെ ഓടിച്ച് കാട്ടിൽ കയറ്റി വിട്ട്. അതെ. പക്ഷെ ആ പുലി പിടിക്കാൻ പോയ പുള്ളി എന്ത് ചെയ്യേ? അവനെയും കടിച്ചുകൊണ്ടാണ് പുലി കാട്ടിലോട്ട് കയറിയത്. Comedy Masters.